ഇപ്പോഴും ഷാഫിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് സംവിധായകൻ മാധ്യമങ്ങൾ അറിയിച്ചത്. വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണെന്നും ശസ്ത്രക്രിയ നടത്തിയെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഈ മാസം 16-ാം തീയതിയാണ് ഷാഫിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിലാക്കിയത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തി പോരുന്നത്. 16-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി ബി ഉണ്ണികൃഷ്ണൻ പങ്കുവച്ചിരിക്കുന്നത്. അത് കാണും. അദ്ദേഹത്തിന് സാധ്യമാകുന്ന എല്ലാ ചികിത്സയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഞങ്ങൾ സംസാരിച്ചു, ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും ഫലപ്രദമെന്ന് കരുതപ്പെടുന്ന എല്ലാ ചികിത്സയും നൽകുന്നുണ്ട്. അത് ഫലമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വെന്റിലേറ്റർ സപ്പോർട്ടിൽ തുടരുകയാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത് വേണ്ടി വരും. അതൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇതാണ്. അദ്ദേഹത്തിന് ഒരു സർജറി നടന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടി വരും. മറ്റ് സപ്പോർട്ടുകളും അദ്ദേഹത്തിനുണ്ട്. മാറ്റമില്ലാതെ തുടരുകയാണ്. നമുക്ക് ഡ്രാസ്റ്റിക്കായിട്ട് എന്തെങ്കിലും പറയാനുള്ളൊരു ഘട്ടമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലാണ്. അത് മെച്ചപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. എസ് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, ബി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു, ഗുരുതരാവസ്ഥയിൽ തന്നെയാണെന്നാണ്. പക്ഷേ വെന്റിലേറ്റർ വേണ്ടി വരുന്നത് ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ഷാഫി അതിനുശേഷം വെന്റിലേറ്ററിൽ കഴിയുന്നു. അത് ഒഴിവാക്കാൻ പറ്റാത്ത നിലയാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റെന്തെല്ലാം വിവരങ്ങൾ ബി ഉണ്ണികൃഷ്ണൻ നൽകിയിട്ടുണ്ട്? ഷാഫിയുടെ ആരോഗ്യനില സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ബി ഉണ്ണികൃഷ്ണൻ ഷാഫിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി തന്നെ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആരോഗ്യനിലയിൽ മാറ്റമൊന്നുമില്ല, ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ആരോഗ്യസ്ഥിതി തുടരുന്നത്. അതിനിടയിൽ തലച്ചോറിലുണ്ടായ രക്തസ്രാവവുമായി ബന്ധപ്പെട്ട ഒരു ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. അതിനുശേഷവും അദ്ദേഹം വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് തുടരുന്നത്. ആരോഗ്യനിലയിൽ മറ്റു പുരോഗതികളില്ല. നേരത്തെ ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു. മറ്റ് മെഡിക്കൽ സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നിലനിർത്തുന്നതിന് വേണ്ടി നൽകുന്നുണ്ട്. എല്ലാവരും പോസിറ്റീവായി തന്നെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെയും സഹപ്രവർത്തകരായ തങ്ങളുടെയും പ്രതീക്ഷ എന്നുള്ളതാണ് ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയത്. കൂടുതൽ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസം ഡോക്ടർമാരുമായി സംസാരിച്ച ശേഷം അറിയിക്കാമെന്നുള്ളതാണ് ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയത്. സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും അടക്കം ആശുപത്രിയിൽ അദ്ദേഹത്തോടൊപ്പം തുടരുന്നുമുണ്ട്. ശരി ശ്യാം, സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും ഷാഫി ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സാധാരണ നിലയിലാകട്ടെ, വേഗം സുഖം പ്രാപിച്ച് തിരികെ വരാൻ കഴിയട്ടെ എന്ന ശുഭപ്രതീക്ഷയിൽ നമുക്കും ഇരിക്കാം. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. അത് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞതുകൊണ്ടാണ്. അത് പക്ഷേ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം.